എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാട്ടോ. അപ്പം ഇന്ന് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. റെഡിയായിട്ട് അമ്പലത്തിൽ പോകാൻ റെഡി ആയതാട്ടോ. ഇപ്പം തന്നെ നമ്മൾ ഇറങ്ങും. അപ്പം എന്താ എല്ലാ വിശേഷങ്ങളും വഴിയെ കാണാം. അങ്ങനെ നമ്മൾ പോകുന്നത് പറശ്ശിനിയിലാട്ടോ. അഗേഡിന് അപ്പുറത്തേക്ക് വരും. അപ്പോൾ ഇപ്പോൾ കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ഒരു വിസിറ്റായിട്ട് ഇരിക്കുകയാണ് പറശ്ശിനിയിൽ. അപ്പം ഏട്ടൻ ഇതാ ബൈക്ക് എടുത്തിട്ട് അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. കുറേ നാളെ ബൈക്ക് ഓടിച്ചിട്ട്, അതായത് ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ബൈക്കിനൊന്നും തീരെ പോകുന്നില്ലല്ലോ. അപ്പം അർജുൻ്റെ ബൈക്കാണ്, അനിയൻ്റെ ബൈക്ക് കേട്ടോ. അനിയൻ്റെ ബൈക്ക് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. ഈ യാത്ര നല്ല റോഡാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് മാങ്കട് വഴിയാണ് പോകുന്നത്, അതുകൊണ്ട് നല്ല റോഡാണ് കേട്ടോ. മാങ്കട് വഴി പോകുമ്പോൾ ഹൈവേ ഒക്കെ ഒരുമാതിരി ആയതുകൊണ്ട് ഇങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റില്ല ബൈക്കിലിരുന്നിട്ട്. ബൈക്കിൽ പോകുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ്, ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ നമ്മളിത് അമ്പലത്തിലെത്തി. ഒരു മുല്ലപ്പൂ വാങ്ങി. കുറേ നാളായി മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് വാങ്ങാൻ തോന്നിയിട്ട് വേഗം വെച്ച്. പറശ്ശിനി അപ്പോൾ ഇങ്ങനത്തെ ഒരു മുല്ല കിട്ടും കേട്ടോ. നമ്മൾ മണമില്ലാത്ത മുല്ലയല്ല, നല്ല മണമുള്ള മുല്ലയല്ല. നമുക്ക് പറശ്ശിനി അമ്പലത്തിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു മുല്ലയായിരിക്കും കിട്ടുന്നുണ്ട്. പിന്നെ ചക്കമുല്ലയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പോയത് രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 10 മണിക്ക് ആയിന്. പക്ഷെ എന്നാലും എന്താ മഴക്കാലം ആയതുകൊണ്ട്, മഴയെല്ലാം ഉള്ളതുകൊണ്ട് ഒരു ക്ലൈമറ്റൊക്കെ വലിയ ചൂടൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. വലിയ തിരക്കും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ ഇതാ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് തിരക്കുണ്ടാവുന്നുണ്ട്, അതേപോലെ കഴിഞ്ഞു പോകുന്നുണ്ട്. അല്ലാണ്ട് എല്ലാവരും അവിടെ സ്റ്റക്കായി നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വേഗം ചെരുപ്പ് അവിടെ ഊരി വെച്ചിട്ട് വേഗം കാല് കഴുകാൻ പോയി. പുഴ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനിയും മഴയാകുമ്പോൾ കയറി വരിക. പറശ്ശിനി അമ്പലത്തിലെല്ലാം വെള്ളം കയറാറുണ്ട് കേട്ടോ. അപ്പം പുഴയിൽ ജസ്റ്റ് ഒന്ന് കാല് കഴുകിയിട്ട് കയറുക. നല്ല വഴുക്കലുണ്ട്. എപ്പോഴും പറശ്ശിനിയിൽ വരുന്നവർ ശ്രദ്ധിച്ചിട്ടൊക്കെ കാല് കഴുകുക. അത്യാവശ്യം നല്ല വഴുക്കലുണ്ടാവും. ഈ വെള്ളമുള്ള സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ കാലൊന്നും ഇതാക്കണ്ട. വെള്ളം ഇല്ലാത്തടത്തുനിന്ന് ജസ്റ്റ് ഒന്ന് നനച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടും കൂടി ആയതുകൊണ്ട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ടും അതിനും ആൾക്കാരുണ്ട്. അങ്ങനെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി തൊഴുത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് കേട്ടോ. എന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം ഈ ബോട്ടിൻ്റെ അടുത്ത് നല്ല ആൾക്കാരാണ്. കാരണം ബോട്ട് സർവീസ് ഉള്ളതുകൊണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു സെക്ഷനിൽ മാത്രം. ബാക്കി എല്ലാവരും കുറച്ച് പേര് തിരക്കില്ലാത്തത് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ മാത്രം തിരക്കില്ലാത്തത്. ഇതുപോലത്തെ കുഞ്ഞ് ഹൗസ് ബോട്ട്സ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. അമ്പലത്തിൻ്റെ മുന്നിലേ വന്നിട്ടാണ് ഇവർ റൗണ്ട് അടിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് നല്ല രസമായിരിക്കും പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് വ്യൂ ആയിട്ട് അമ്പലം മുഴുവനും മുന്നിൽ തന്നെ കാണുമല്ലോ. നല്ല ഭംഗിയാണ്. കുറേ ഇൻസ്റ്റാഗ്രാം പേജസിലെല്ലാം ഞാൻ അങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ പോയിട്ട് മുകളിലേക്ക് നോക്കുന്നതെന്നല്ല, ഇത് പുഴയിൽ നിന്ന് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗിയാണ്. പറശ്ശിനി അമ്പലത്തിൽ മിക്ക ആൾക്കാരും വന്നിട്ടുണ്ടാവും തോന്നുന്നു. വരാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്പലത്തിൽ ഒരു കണ്ണൂർ വരുമ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഒരു സ്പോട്ടാണ് കേട്ടോ പറശ്ശിനി അമ്പലം. ഏത് മതമായാലും പ്രശ്നമൊന്നുമില്ല. മുത്തപ്പൻ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ്. അവിടെ വന്ന് നമുക്ക് വയറ് നിറച്ച ചോറും പ്രസാദമൊക്കെ കിട്ടും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലാസ്റ്റ് എല്ലാവരും കണ്ട് വേണ്ടൻ്റെ കല്യാണം അങ്ങനെ ജിൻഷുവിനെ സർപ്രൈസ് ആയിട്ട് കണ്ടു കേട്ടോ. വിചാരിച്ചിട്ടില്ല ജിൻഷുവിനെ കാണുമെന്ന്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പം നമ്മൾ കോളേജൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നതുകൊണ്ട് വല്ലാണ്ട് എല്ലാവരെയും മിസ് ചെയ്യലുണ്ട്. അപ്പോൾ ജിൻഷുവിനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷം കൊണ്ട് കണ്ണീര് വരുന്നൊക്കെ പറയല. ആ ഒരു അവസ്ഥയായിപ്പോയി. പെട്ടെന്ന് സങ്കടമായിപ്പോയി അവളെ കണ്ടപ്പോഴത്തേക്ക്. കുറേ നാൾ കാണാത്തതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഒരു കുഞ്ഞ് കളിപ്പാട്ടം വാങ്ങി. നിച്ചുവിനല്ല കേട്ടോ, വേറൊരു അവനെ കാണാൻ പോകാനുണ്ടായിരുന്നു. ആ അവക്ക് കളിപ്പാട്ടവും വാങ്ങി, ഒരു പോപ്കോണും വാങ്ങി നിച്ചുവിന്. അങ്ങനെ നമ്മൾ
പോവാന്ന്. ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാണ്ട് എന്തൊക്കെയോ നടന്നുകൊണ്ട് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കാണെങ്കിൽ വലിയ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സൈഡിലോട്ട്. അതിങ്ങനെ എന്താ പറയുക, ഓരോ മാസം നമ്മൾ മാറി മാറി വരുമ്പോൾ കുറച്ച് മാറി മാറി വരുന്നുണ്ടായിരുന്നു നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ. ഇനി മഴയ്ക്ക് എങ്ങനെയാണ് വെള്ളം കയറാമെന്നൊന്നും അറിഞ്ഞുകൂടാ, അതൊരവസ്ഥയായിരിക്കും മിക്കപ്പോഴും. പക്ഷേ മിക്കയിടത്തും ടണലൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ റോഡ് പൂർത്തിയാകുമ്പോൾ മാത്രമേ എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ, ഇതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം വണ്ടി അധികം ഒന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇന്ന് മറക്കാൻ പറ്റാത്ത ദിവസമായി പെട്ടെന്ന് അവളെ കണ്ടപ്പോഴത്തേക്ക്. കുറേ നാളെ കാണണമെന്ന് വിചാരിക്കുന്നു, പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവാറില്ല. അപ്പോൾ പെട്ടെന്ന് മുത്തപ്പൻ്റെ അടുത്ത് തന്നെ കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പറയണ്ടേന്ന് അറിയില്ല. സത്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആ ഫോൺ ഉണ്ടായത്, ആരെങ്കിലും വീഡിയോ എടുത്തിട്ടേ വരുന്നുണ്ടെങ്കിൽ ഫുൾ നമ്മൾ ആ മെമ്മറീസ് മുഴുവൻ അതിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. എന്നാലും അടിപൊളി ദിവസമായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയ കേട്ടോ. അതായത് പഞ്ചായത്ത് എത്തി. കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് ബിരിയാണി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയില്ല വീട്ടിൽ, അമ്മക്ക് ഒരു മരിച്ചെടുത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബിരിയാണി നമ്മൾ വന്ന സ്ഥിതിക്ക് അമ്മ വെച്ചിരുന്നെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അടുത്തും ചെറിയമ്മേൻ്റെ അടുത്ത് ഇപ്പുറം എല്ലാം ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുവാണ്. അപ്പം നമ്മൾ അമ്പലത്തിലെല്ലാം പോയിട്ട് എത്തിയേട്ടാ. അത് കഴിഞ്ഞിട്ട് ഒരു ചിക്കൻ ബിരിയാണിയുടെ പണിയിലാണ്. അപ്പം എല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഫുൾ ചിക്കൻ ബിരിയാണി പ്രിപ്പറേഷൻ വ്ളോഗൊന്നും കാണിക്കാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അയ്യേട്ടാ എന്നെ എടുക്കുമെന്ന്. അപ്പം നമ്മൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാം കുറേ ചെയ്തുകൊണ്ടാണ് അധികമൊന്നും കാണിക്കാണ്ടുന്നത്. അപ്പം നമ്മളെ ചോറൊക്കെ നൈസ് അടിപൊളിയായിട്ട് ഞാൻ ഓപ്പൺ പോട്ടായിട്ട് കേട്ടോ വെച്ചത്, കുക്കറിലല്ല, ഓപ്പൺ പോട്ടായിട്ട് വെച്ചത്. നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ റൈസൊക്കെ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് തൈരും സാലഡും. സാലഡ് പിന്നെ ഒരു പപ്പടം. എന്നാ കേട്ട ബിരിയാണി റെഡി. അല്ല, കാരണം റൈസ് അടിപൊളിയായിട്ട് കിട്ടിയോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടാ. കഴിച്ചിട്ട് പറ. അല്ല, കഴിച്ചിട്ട് പറ. യൂട്യൂബേഴ്സ് എല്ലാം പറയുന്ന പറയണം, കൃത്യം ജെനുവിൻ ഇത് പറഞ്ഞാൽ മതി. കടയിൽ നിന്ന് കിട്ടുന്ന ബിരിയാണി ഒന്നും അല്ല കേട്ടോ, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി. എങ്ങനെയാണ്, ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെയുണ്ടോ? അപ്പം ഞാനും വേഗം അടിക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതാ നല്ല അടിപൊളി ബിരിയാണി, ഒരു നാടൻ ബിരിയാണി കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ബിരിയാണി വെച്ചിട്ട്. റൈസൊക്കെ നല്ല അടിപൊളി റൈസ് ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഒരു റൈസായിരുന്നു. വലിയ ബിരിയാണി റൈസിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടില്ല, പക്ഷെ എന്നാലും നീളമുള്ളൊരു അരിയായിരുന്നു കേട്ടോ. നമ്മൾ ബസ്മതി അല്ല, ഈ ബിരിയാണി റൈസിൽ നിന്ന് നീളമുള്ള ഏതോ ഒരു അരി ഉണ്ടായിരുന്നു, അതായിരുന്നു കിട്ടിയത്. എന്നാലും വെന്തുടയാണ്ട് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓവറായിട്ട് കുക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച ശേഷം നമ്മൾ താഴെ ഒരു വാവനെ കാണാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ വാവ. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോയി. നമ്മൾ തൊട്ടിപ്പുറം തന്നെയായിരുന്നു. എന്നിട്ട് വാവനെ എടുക്കുകയൊക്കെ ചെയ്ത് വാവ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല, ഇത് കൂടുതലും ലൈവ് ഫോട്ടോസായിരുന്നു. അപ്പം അതിൽ അഗിയേട്ടന് ഈ പ്രാവശ്യം എല്ലായിടത്തും വാവമാർക്ക് അഗിയേട്ടനായിരുന്നു കൂടുതൽ എന്താ പറയുക ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ അവിടെ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. ഇഷ്ടമായിനോ? സരിഗമ വായിച്ചിട്ട് ഈടുന്ന തുടങ്ങാം. സ്പീഡിൽ വായിക്കാം. നീച്ചു വലിയ വാങ്ങിച്ചത് കീബോർഡ്
പാട്ടിലിട്ടതല്ലോ. മ്യൂസിക് ഡയറക്ടർ ശരിക്കും Twinkle, twinkle, little star, how I wonder what you are. Up above the clouds so high, like a diamond in the sky. എനിക്ക് പാട് വേണ്ടി ഇങ്ങനെയൊക്കെ. ഏതാ പാട്ട്? ആ പാട്. ആ തുമ്പി വായ ശരിയാണ്. അങ്ങനെ നിച്ചുവിന് ഒരു കീബോർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ബ്രോഡ്വേന്ന് വാങ്ങിയതായിരുന്നു. കുറച്ച് ദിവസമായി അവൾ പറയുന്ന കീബോർഡ് വേണമെന്ന്. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ബ്രോഡ്വേന്ന് അങ്ങനെ വാങ്ങിയിട്ട് ഈ പ്രാവശ്യം കൊണ്ടുവന്നതായിരുന്നു. ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കിട്ടിയ സമയത്ത്. അപ്പം ഞാനും നിച്ചും അതിൻ്റെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അമ്മയും നിച്ചുവും കൂടെ അതിൽ കുറേ കളിക്കുകയും പാട്ടെല്ലാം പാടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് അവൾക്ക് വേർത്തൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കീബോർഡ്. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു കേട്ടോ. എത്ര പെട്ടെന്ന് ദിവസം പോകുന്നത്, ഇന്ന് ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇനി ആകെ 3 ദിവസമായിട്ടേ ഉള്ളൂ ഈ നാട്ടിൽ. എന്താ പറയുക, ഇന്ന് ഭയങ്കര ഒരു ബിസി ഷെഡ്യൂളായിരുന്നു. പറശ്ശിനി പോവുക, വീട്ടിൽ വരിക, ബിരിയാണി ആക്കുക, അങ്ങനെ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഇനി ഇപ്പുറത്തേക്ക് വന്നു. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് ലാൻഡ് ബൈ ഫ്രം ആതിര. ബൈ ബൈ.